ഈ പൈസ മേക്ക് എന്ന് പറഞ്ഞല്ലോ, ഇപ്പത്തെ ഒരു ജനറേഷനിലാണെങ്കിലും ഈ ന്യൂ ജനിലാണെങ്കിലും മണി മേക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പിള്ളേരും കുറവാണ്. മിക്കവരും ഒരു ബാഡ് ഡ്രഗ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ പോയിട്ട് കുറെ ക്രൈംസും നടക്കുന്നുണ്ട്. അപ്പൊ അതും ശരിക്കൊരു ആപത്തല്ലേ? ലൈക് പ്രോപ്പർ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട്. എല്ലാ ജനറേഷനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഞാൻ ന്യൂ ജനിൽ കണ്ട ഗുണമാണ് അവരുടെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാത്ത ഒന്നിനെ പറ്റി ഒരു ബോധേടം ഇല്ലാത്ത കുറെ പിള്ളേരുണ്ട്. അതായത് ഒരു ഓഫീസിൽ പോകാൻ അറിയില്ല, ഒരു പഞ്ചായത്തിൽ പോകാൻ അറിയില്ല, പേപ്പേഴ്സ് അറിയില്ല. പ്രാക്ടിക്കലല്ലേ അവൻ ലക്ഷ്യമുണ്ട്, പുറമെ കാണിക്കാനല്ല. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടില്ല അത്. ഒരു ലിമിറ്റ് വെച്ചാല് ഒരു സ്ഥലത്ത് പെരുമാറേണ്ട ഒരു കോമൺ സെൻസ് ഉണ്ട്, അത് അവനില്ല. അവൻ എത്ര അഭിനയിക്കും, ക്യാമറ ഇല്ലാത്ത സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോ അത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആവുമ്പോ എങ്ങനെയാണ് പറയാ? അതേപോലെ പല പിള്ളേർക്കും ഇപ്പൊ കോമൺ സെൻസ് ഇല്ലാത്ത കുറെ പിള്ളേരുണ്ട്. അത് ഈ ന്യൂജനിലല്ലേ? അതിപ്പോ വലിയ കോമൺ സെൻസ് അല്ലേ? കോമൺ സെൻസ് ഇല്ല. ചേട്ടൻ ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ ഒന്നോ രണ്ടോ പേരല്ലേ കോമൺ സെൻസ് ഇല്ല, അറിയോ? പല പഠിപ്പിസ്റ്റൽ കോമൺ സെൻസ് ഇല്ല, അതറിയില്ലേ? അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എല്ലാ കുറെ പഠിപ്പിസ്റ്റിന്റെ പേര് ജീവിതാനുഭവം വേണം. ഞാൻ പറയാം, ഒരു ജീവിതാനുഭവം ഒരിക്കലും ഒരു അക്കാഡമിക് ബുക്കിലും കിട്ടില്ല. ജീവിതാനുഭവം ഒരിക്കലും ഒരു അക്കാഡമിക് ബുക്കിലും കിട്ടില്ല. ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പത്തെ ന്യൂജന് എങ്ങനെ ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പത്തെ കാലത്ത് കിട്ടും? അവർ അനുഭവിക്കണ്ടല്ലോ. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്റ്റേജ് അവർക്കെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ ലുളുമാളിൽ ജോലി ചെയ്യും, ചെറിയ ജോലി ചെയ്യുന്നു. അവര് ഇൻഡിപെൻഡന്റ് ആവുണ്ടല്ലോ. ഇല്ല, തൊപ്പി ഇൻഡിപെൻഡന്റ് ആണല്ലോ ഇപ്പൊ. എല്ലാം പറ്റുന്ന ആൾക്കാരെ ഇപ്പോഴും ഉള്ളൂ. അത് എല്ലാ ജനറേഷനിലും ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഉണ്ട്, ചിന്തയില് വ്യത്യാസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിരലിൽ എണ്ണാവുന്നവര് അങ്ങനെ ചിന്തിക്കുന്നു. എല്ലാവരും നെഗറ്റീവാണ്. അല്ലെ ചേട്ടൻ പറഞ്ഞത് അലിൻ ജോസ് ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്, ബുദ്ധിയുള്ള ഒരാളാണ്. മണപ്പൂർവ്വം ആളുകളെ ഫൂളാക്കില്ലേ? അവൻ നല്ല ബോധമുണ്ട്, അവൻ പഠിക്കാൻ പിന്നിലാ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ നല്ല ലക്ഷ്യമുണ്ട്. ഇന്ന് അവനൊരു ലക്ഷ്യമുണ്ട് ഇപ്പോഴും, അവന്റെ മനസ്സിലറിയോ? ലക്ഷ്യത്തിന് വേണ്ടിയാണ് കാണിക്കുന്നത്. അവൻ ഇവരെ ഫൂളാക്കുകയാണ്. ആ ലക്ഷ്യം എങ്ങനെ കിട്ടുന്നത്? സ്വന്തം ഡിഗ്നിറ്റി വിറ്റിട്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി ഇവിടെ എവിടെയുള്ളത്? സോഷ്യൽ മീഡിയയിൽ എവിടെ പോസിറ്റീവ് പബ്ലിസിറ്റി ഉള്ളത്? ഒരുപാട് പേർക്ക് പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല, ഇഷ്ടംപോലെ വ്ളോഗേഴ്സ്. പക്ഷെ അത് സ്റ്റേറ്റ് അപ്പുറത്ത് പോവില്ല, ഗ്രോ ചെയ്യില്ല. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം തൊപ്പിയും പെരേരയ്ക്കാണ്. പെരേരയും തൊപ്പിയാണ് ഇഷ്ടമല്ലത്. അത് പഴയ ജനറേഷൻ. അല്ലല്ല, അവര് കളിയാക്കുക, അവരെ. എന്റെ അടുത്ത് പെൺകുട്ടികൾ എത്രയോ പെൺകുട്ടികളായാലും അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, കൈ കൊടുക്കുന്നു. ന്യൂജൻ പിള്ളേർക്കാണ് ഭയങ്കര ഇഷ്ടം. ന്യൂജൻ പിള്ളേർക്ക് സർക്കാസം കൂടുതൽ, അവർ സർക്കാസ്റ്റിക് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കേസിൽ അങ്ങനെയാണ്. എന്റെ കേസിൽ വരുമ്പോ സർക്കാസ്റ്റിക് ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്. കളിയാക്കി എന്നെ വീഡിയോ ഫോട്ടോ. പക്ഷെ പെരേരടുത്ത് അങ്ങനെയല്ല. ന്യൂജൻ പിള്ളേരും ഓപ്പൺലി സർക്കാസ്റ്റിക് ചെയ്യാൻ ധൈര്യമുള്ളവരാണ്. പക്ഷെ അത് നമുക്കില്ല, നമ്മളത് റെസ്പെക്ട് ചെയ്യുന്ന. പെരേരയുടെ അടുത്ത് പല പെൺകുട്ടികളും പല ആൾക്കാരും എടുക്കുമ്പോ സർക്കാസ്റ്റിക് അല്ല. എന്റെ അടുത്ത് വന്ന ഇവര് സെൽഫി എടുത്ത് കളിയാക്കിയോണ്ട് പോകും. ഇനി അവർക്ക് കാണുമ്പോൾ ചിരിച്ചയക്കാൻ പറ്റില്ല, സെൽഫി എടുത്താൽ തിരിച്ചോണ്ട് പോകും. പക്ഷെ പെരേരയുടെ അടുത്ത് അങ്ങനെയല്ല. ഞാൻ അവനെ കൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തോണ്ടുള്ള ഇത് പറയാണ്. ഞാൻ ക്യാമറ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ ചുറ്റും കുറെ ആൾക്കാർക്ക് നിൽക്കണ്ടാവും. ഇവരെന്താ പറയാന്ന് അറിയാമോ? ഈ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഇവനൊക്കെയാണോ വിളിക്കുന്നത്? ഇവനെന്ത് കോമാളത്തിൽ കാണിക്കുന്നത്? ഇവന് ഡാൻസിന് അറിയാൻ പാടില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. എത്ര പേർക്ക് അഡ്ജസ്റ്റ് ആയി? ഇവരെല്ലാം കളിയാക്കണ്ടല്ലോ, ഇവരെല്ലാം കളിയാക്കണ്ടല്ലേ? എത്ര പേർക്ക് ലോകത്തിലെല്ലാം മലയാളീസിലും അറിയാം. അതാ പറഞ്ഞ പുള്ളി എങ്ങനെ അത് നേടി, പുള്ളിയുടെ ഡിഗ്നിറ്റി വിറ്റിട്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ, എല്ലാവർക്കും താല്പര്യമില്ല. എത്ര പേര് അങ്ങനെ ചെയ്യും? വേറെ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് വളരെ കോമാളിയായിരുന്നു.
ഇല്ല. അയാൾ മാറിയില്ലേ? പക്ഷെ സന്തോഷ് പണ്ഡിറ്റിന് സന്തോഷ് പണ്ഡിറ്റിന് പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ഉണ്ട്. സിനിമയില് മാത്രം പുള്ളി കോമാളിത്തരം ആൻഡ് ഹീസ് എ ഡയറക്ടർ. സിനിമയില് മാത്രം പുള്ളി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചേരം എനിക്ക് ചിന്തിക്കുമ്പോൾ നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. അതിന്റെ ചേട്ടൻ പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കുറെ വ്ളോഗേഴ്സ് അമ്പലത്തിൽ ആരാധിച്ചല്ലോ. ആദരിച്ചില്ല. ചേട്ടൻ വിളിച്ചില്ലേ? പക്ഷെ എന്നെക്കാട്ടും റീച്ച് ഉള്ള റീച്ച് എന്നുള്ള ചേട്ടാ, ലോകത്തെ ഏറ്റവും റീച്ചുള്ള സ്പീഡിനാണ്. സ്പീഡിനെ എല്ലാവരും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? സ്പീഡിനെ അറിയില്ല. സ്പീഡിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഈ പറഞ്ഞ തൊപ്പി. ഞാൻ അവിടെ നിൽക്കുമ്പോ എത്രയോ പിള്ളേർ എന്റെ എടുക്കില്ല അവന്റെ തൊപ്പിയുടെ കാര്യം. തൊപ്പി ഇത്ര ഫേമസ് ആവണെന്ന് തൊപ്പിയുടെ സംസാര രീതി, പക്ഷെ അത് ഭയങ്കര ടോക്സിക് ആണ്. എന്തോരം പിള്ളേര് അത് ബാഡ് ഇൻഫ്ലുവൻസ് ചേട്ടാ, സായി പോപ്പിനൊക്കെ നന്നായിട്ട് ബ്ലൈൻഡ് സൈക്കോ കളിക്കും. പക്ഷെ സായി പോപ്പിക്ക് റീച്ച് എന്താ അവൻ തെറി വിളിക്കും. അതാണ് അവര് താല്പര്യം. താല്പര്യം. പക്ഷെ അവര് അതാണ് ആ പിള്ളേര് എത്ര വയസ്സുള്ള പിള്ളേരാ, അവരത് ബാഡ് ആയിട്ട് ഇതാക്കുന്നത് പലരും ആലോചിക്കുന്നില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഞാൻ 90s പോലെ ചിന്തിക്കുന്നു, പക്ഷെ ഞാൻ ട്രാൻസിഷൻ പീരീഡാ. പക്ഷെ ഇനി വരുന്ന തലമുറയില് ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങള് പിള്ളേരെ വായന്ന് വരുന്ന വേർഡ്സ് എങ്ങനെയാണ് ചേട്ടൻ തന്നെ പറഞ്ഞു. അത് എങ്ങനെ അവര് പഠിക്കുന്നേ? അപ്പൊ അവരെ ആരാധിക്കുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്. അപ്പൊ ഒബ്വിയസ്ലി ഈ പറയുന്ന വ്ളോഗേഴ്സിനാണെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവ് എല്ലാ ജനറേഷനും ഉള്ളതല്ലേ. വരില്ല എന്ന് പറയാൻ പറ്റില്ല. ജൂനിയർ അലിൻ ജോസ് പേരെ ഉദ്ദേശിച്ച അയാൾ നേടി. ആ നേടിയില്ല ഞങ്ങളും പറഞ്ഞില്ല, പക്ഷെ അത് നെഗറ്റീവ് വേണ്ട പിന്നെന്തോ അതാണ്. എല്ലാരും അതേപോലെ ആവോ? ഇപ്പൊ എന്നോട് സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ ഞാൻ അപ്പൊ പറയും എനിക്ക് പറ്റില്ല, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതേപോലെ ചിന്തിക്കുന്ന എന്തോരം പേരുണ്ട്. എല്ലാരും അതേപോലെ ആവില്ലല്ലോ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്തോരം പേരുണ്ട്. ന്യൂജൻ പിള്ളേർക്ക് ഇഷ്ടമാണ്. ന്യൂജൻ പിള്ളേർക്ക് പെരേരയും തൊപ്പിന്ന് ഭയങ്കര ഇഷ്ടമാണ്. തൊപ്പിനെ അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ തൊപ്പിനോടുള്ള ഇഷ്ടം ഗെയിമിങ്. തൊപ്പി അവരുടെ പൾസ് മനസ്സിലാക്കി സംസാരിക്കുന്നു, പക്ഷെ പെരേര സർക്കാസമാണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഉണ്ടാവായിരിക്കും. അവർ എന്റെ അടുത്ത് വരുമ്പോ കളിയാക്കിയിട്ട് പോകും. ഇവന്റെ സീരിയസ് ആയിട്ട് തന്നെയാണ്. അത് മേ ബി ചേട്ടന് വരുന്ന അത് അവിടെ വരുന്നതാണ്. ചിലപ്പോ ചേട്ടന് ഒരു ലൈക്ക് എന്നോട് ഇവര് പെരുമാറിയിട്ട് അങ്ങനെ തോന്നാം. പിന്നെ ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. ചിരി സഹിക്കാൻ പറ്റില്ല. അവർക്ക് പഴയ ഇൻഡസ്ട്രിയോട് പുച്ഛമുണ്ട്. ആറാടുകയാണ് അല്ലെങ്കിൽ രാത്രി ചേട്ടൻ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലും ചേട്ടന്റെ ആ ഒരു രീതിയും കൊണ്ടാണ് ചേട്ടനോട് കോമാളിത്തരം എല്ലാവരും ചിന്തിക്കുന്നത്.